ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ അയാൻ ക്രിയേറ്റീവ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് ലേശം മഴ കുറവുണ്ട് രാവിലെ. അപ്പോൾ അയാനിത് സൈക്കിളൊക്കെ എടുത്തിട്ട് വണ്ടി ഓടിച്ച് കളിക്കുന്ന തിരക്കിലാണ് കേട്ടോ. ചെറുങ്ങനൊരു വെയിലൊക്കെ വന്ന് അപ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പത്തിന് മഴ പെയ്യുന്നുമുണ്ട്. പിന്നെ ഇതാണ് മുള്ളങ്കി ചപ്പ് കേട്ടോ. നിങ്ങൾ കേരളക്കാർക്ക് അങ്ങനെ അറിയാൻ ചാൻസ് കുറവാണ്. ഇവിടെ കേരളത്തിൽ ഇത് കിട്ടാറില്ല. അങ്ങനെ ചപ്പ് കർണാടകയിലാണ് കേട്ടോ കിട്ടൽ. അപ്പം മുള്ളങ്കീൻ്റെ ചപ്പാണിത്. ഇതാണ് മുള്ളങ്കി. ഇതാ ചെറുങ്ങനെ ഉണ്ടായി വരുന്നേ ഉള്ളൂ കേട്ടോ. അത് വലുതായ മുള്ളങ്കി നമുക്ക് ഉപ്പേരിയും കറിയൊക്കെ ആക്കാവുന്നതാണ് കേട്ടോ. മുള്ളങ്കി ചപ്പ് ഉപ്പേരിയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരിക്ക് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പേരിയൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. കേരളത്തിൽ അങ്ങനെ ഇത് കിട്ടൽ കുറവാണ്. കർണാടകയിലാണ് അധികം ഉണ്ടാവല് കേട്ടോ. അപ്പോൾ അവിടുത്തെ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ചപ്പ്. അപ്പോൾ ഞങ്ങൾക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ കർണാടകയ്ക്ക് പോയപ്പോൾ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ചപ്പ് ഉപ്പേരിയെല്ലാമായി ഉച്ചക്കത്തേക്കുള്ള. അപ്പോൾ വൈകുന്നേരം കുറച്ച് ചക്ക കിട്ടിയിരുന്നു കേട്ടോ, പഴുത്ത ചക്ക. അപ്പോൾ അതിൻ്റെ കുഴിയെല്ലാം പീച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ചക്ക അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട തേങ്ങയും ഇതാ ചിരവി വെച്ചിട്ടുണ്ട്. പിന്നെ ജീരകം ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ചൂടാക്കി പൊടിച്ചെടുക്കണം ചക്കപ്പത്തിലേക്കുള്ള. അപ്പോൾ ഈ കുരു കളഞ്ഞ ചക്ക നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിച്ചപ്പോൾ. ഇനി നമുക്കതിലേക്ക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അരിപ്പൊടി ഇട്ട് കൊടുക്കണം. നമ്മുടെ സാധാ പത്തിരിപ്പൊടി ഇല്ലേ, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കുറച്ച് അതിനാവശ്യമായ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി പാകത്തിന് ഉപ്പും നമുക്ക് തേങ്ങയും അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ഞാൻ മിക്സിയിലിട്ടൊന്നും അടിക്കുന്നൊന്നുമില്ല, അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അടിച്ചാലും അടിച്ചില്ലെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ജീരകവും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം സെറ്റ് ആവുന്നവരെ മിക്സ് ചെയ്യണം കേട്ടോ. നല്ലോണം 3-4-5 മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ മാവ് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇഡ്ഡലി ചെമ്പിലേക്കാണ് കേട്ടോ പാർന്നു കൊടുക്കുന്നത്. ഒരു എടനേൻ്റെ ഒരു ഇല ഉണ്ട്, അതിൽ നമുക്ക് വെച്ചിട്ട് ആവിക്ക് വേവിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഇലേൻ്റെ മണമൊക്കെ അതിലേക്ക് നല്ല വരും. അപ്പോൾ ആ ഇല കിട്ടാനില്ല ഇവിടെ. അപ്പോൾ ഇഡ്ഡലി ചെമ്പിലേക്ക് പാർന്നു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എല്ലാം ഇഡ്ഡലി ചെമ്പിലേക്ക് പാർന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമൊക്കെ ആയിരിക്കും ഇത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടി കേട്ടോ. മക്കൾക്കൊക്കെ 4 മണി പലഹാരമൊക്കെ ആയിട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കളികളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ.